പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനുള്ളിൽ അധികാരത്തിലേക്ക് അടുക്കുന്ന വിജയിയെയും ടി.വി.കെയും തടയാൻ DMKയും AIADMKയും സഖ്യചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് വിജയ് ഭാവിയിൽ വെല്ലുവിളിയാകുമെന്നും ഇത് തടയേണ്ടത് അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചിരവൈരികളായ മുന്നണികൾ ഒരുമിക്കാൻ ശ്രമിക്കുന്നത്. AIADMK നേതാവായ MG രാമചന്ദ്രൻ തമിഴ്നാട്ടിൽ ശക്തികേന്ദ്രമായത് ഇതുപോലൊരു സാഹചര്യത്തിലൂടെയായിരുന്നു. വിജയ് അധികാരത്തിലേറിയാൽ ദ്രാവിഡ പാർട്ടികൾക്ക് തിരിച്ചധികാരത്തിലെത്താൻ തടസ്സമുണ്ടാകുമെന്ന് ഇരുമുന്നണികളും ഭയപ്പെടുന്നു. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിച്ച സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു MGR. അധികാരത്തിന്റെ ഭീകരത തലപൊക്കിയെന്നാരോപിച്ചാണ് അദ്ദേഹം കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMKയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വിജയ് ആരംഭിച്ച സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയതിൽ MGRന്റെ സ്വാധീനമുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും വിജയെ അധികാരത്തിലെത്തുന്ന തടയണമെന്നാണ് DMKയിലെ ഒരു ഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. വിജയെ തടയാൻ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനാണ് നീക്കം. എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ 108 MLAമാരെയും രാജിവെപ്പിക്കാനാണ് വിജയുടെ തീരുമാനം. പതിറ്റാണ്ടുകൾ നീണ്ട DMK ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ വിജയ്ക്കൊപ്പം ചേരുന്നത്. 1967 ശേഷം തമിഴ് മണ്ണിൽ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിന് വിജയുമായുള്ള സഖ്യം രാഷ്ട്രീയമായൊരു തിരിച്ചുവരവിനുള്ള സുവർണാവസരമായാണ് വിലയിരുത്തപ്പെടുന്നത്. DMKയുടെ തണലിൽ വെറുമൊരു ജൂനിയർ പാർട്ണറായി കഴിഞ്ഞിരുന്ന കോൺഗ്രസ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി മാറാനും തമിഴ്നാട്ടിലെ 3ാം മുന്നണിയായി ഉയർന്നു വരാനുമുള്ള ശ്രമത്തിലാണ് ഈ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സർക്കാർ രൂപീകരണത്തിൽ കാലതാമസം നേരിടുകയും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന ഭയമാണ് മിക്ക പാർട്ടികളെയും TVK പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മറ്റു പാർട്ടികൾക്ക് സ്ഥാനമില്ലാതാകുമെന്ന വലിയ ആശങ്കയാണ് ഈ പിന്തുണാ മത്സരത്തിന് പിന്നിലെ പ്രധാന കാരണം. അധികാരത്തിൽ പങ്കാളിയായി തുടരുന്നതിലൂടെ അടുത്ത 5 വർഷമെങ്കിലും തങ്ങളുടെ പ്രസക്തി നിലനിർത്താനാണ് പ്രാദേശിക പാർട്ടികളും ഇപ്പോൾ ശ്രമിക്കുന്നത്. വിജയുടെ പിതാവ് S.A. ചന്ദ്രശേഖറാണ് കോൺഗ്രസിനെ ആദ്യം സഖ്യത്തിലേക്ക് ക്ഷണിച്ചത്. കോൺഗ്രസിന് നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രതാപം വീണ്ടെടുക്കാൻ വിജയിക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മടിച്ചു നിന്നെങ്കിലും DMK വിട്ട് താരതമ്യേന പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നിൽ നിൽക്കുന്നതിലെ ലാഭനഷ്ടങ്ങൾ അവർ വിശദമായി പരിശോധിച്ചു. ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് വിജയെ പിന്തുണയ്ക്കാൻ അന്തിമ തീരുമാനമെടുത്തത്. തമിഴ്നാട്ടിലെ തങ്ങളുടെ 5 MLAമാരുടെ സാഹചര്യം വിലയിരുത്തി പിന്തുണ നൽകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. ഇതിനൊപ്പം 2 സീറ്റുകൾ വീതമുള്ള VCK, CPM, CPI പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കുക കൂടി ചെയ്യുകയാണ് വിജയ്. ഈ പാർട്ടികളുടെ സംസ്ഥാന മേധാവികളെ TVK നേതാക്കൾ ഇന്നലെ നേരിട്ട് കണ്ട് രേഖാമൂലം അഭ്യർത്ഥന കൈമാറി. VCK അധ്യക്ഷൻ തിരുമാളവൻ CPI, CPM സംസ്ഥാന സെക്രട്ടറിമാരുമായി പ്രത്യേകം ചർച്ച നടത്തി. ഉപാധികളോടെ പിന്തുണ നൽകുന്ന കാര്യത്തിൽ സമവായത്തിലെത്തിയെന്ന് സൂചന. DMKയിൽ വിമത ശബ്ദമുയർത്തുന്ന നേതാക്കളായ CV ഷൺമുഖം, OS മണിയൻ എന്നിവരെയും അവരെ അനുകൂലിക്കുന്ന MLAമാരുടെയും പിന്തുണ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുക. ഈ വിമത നേതാക്കളെ പിന്തുണയ്ക്കുന്ന 28 MLAമാർ ഇപ്പോൾ പുതുച്ചേരിയിലെ റിസോർട്ടിലാണ്. CV ഷൺമുഖത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും മറ്റ് 2 പേർക്ക് മന്ത്രിസ്ഥാനവുമാണ് വിമത നേതാക്കളുടെ ആവശ്യം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപവൽക്കരിക്കുന്നതിന് വിജയ്ക്ക് പിന്തുണ അറിയിച്ച് നടന്മാരായ കമലഹാസനും വിശാലും രംഗത്തെത്തിയിട്ടുമുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ TVK നേതാവ് കൂടിയായ വിജയ് ഉന്നയിച്ച അവകാശവാദം സ്വീകരിക്കാത്ത ഗവർണറുടെ നിലപാടിനെ ഇരുവരും വിമർശിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 233 അംഗങ്ങൾക്കും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് എന്നാണ് കമലഹാസൻ അഭിപ്രായപ്പെട്ടത്. വിജയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കാതിരുന്നത് തമിഴ് ജനങ്ങളുടെ വിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട് ഗവർണർ എന്തുകൊണ്ടാണ് വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് എന്നാണ് വിശാൽ ചോദിച്ചത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അധികാരം ജനങ്ങൾ നൽകിയിട്ടില്ല. തമിഴ്നാട് ചരിത്രത്തിൽ ഇതാദ്യമായാണ് സംഭവിക്കുന്നത്. വിജയ് നയിക്കുന്ന തമിഴ്നാട് വെട്രിക്കഴകം 108 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഭരിക്കാൻ ക്ഷണിക്കാതിരുന്നത് തമിഴ് ജനങ്ങളുടെ വിധിയെ അപമാനിക്കുന്നത് തുല്യമാണെന്നും തെരഞ്ഞെടുക്കപ്പെട്ട 233 അംഗങ്ങൾക്കും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണ് എന്നുമാണ് കമൽഹാസൻ പറയുന്നത്. നേരത്തെ സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടിയ വിജയ് 2 തവണ ഗവർണറെ സമീപിച്ചെങ്കിലും മതിയായ ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചയക്കുകയായിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനാവശ്യമായ ഭൂരിപക്ഷ പിന്തുണ വിജയ് സ്ഥാപിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ രാജേന്ദ്ര ആർലേക്ക് പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.